നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സെർവന്റിന്റെ വേക്കൻസിയിലേക്കാണ് നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ദേ എന്റെ കഴുത്തില് ഈ താലിമാല എന്തിനാ കെട്ടിയത്? അതൊരു പ്രതികാരമാണെന്ന് നീ കരുതിയാ മതി. എന്റെ ജീവിതം തകർത്ത് കളഞ്ഞതിനുള്ള പ്രതികാരം. നിങ്ങളുടെ ജീവിതം തകർത്തത് നിങ്ങൾ തന്നെയാ. അതിന് ഞാനല്ല ഉത്തരവാദി. ഇതല്ലേ സ്വഭാവം. ഭാര്യയോടും പോലീസ് മുറ. ആ മൈഥിലിക്ക് അവാർഡ് കൊടുക്കണം. സഹനശക്തിക്കുള്ള അവാർഡ്. എന്നെ വേലക്കാരിയായി നിയമിച്ചിരിക്കുന്നു. സമൂഹത്തിന് മുന്നിൽ നീ എനിക്ക് ഭാര്യയായിരിക്കും. പക്ഷേ ഈ വീട്ടിലും എന്റെ ബെഡ്റൂമിലും നീ എനിക്കൊരു വേലക്കാരി മാത്രമായിരിക്കും. ഞാനൊരു വേലക്കാരിയാണെന്ന് ദേ ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടണം. കുറെ ശമ്പളം അഡ്വാൻസ് ആയി തരണം. ശമ്പളം അഡ്വാൻസ് ആയിട്ട് തന്നാലേ പിന്നെ നിങ്ങൾ എന്നെ പറ്റിക്കില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ സാലറി അഡ്വാൻസ് തരുന്നത് നീ എന്റെ വേലക്കാരിയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാ. പിടിക്ക. മൈഥിലി ഇട്ടേച്ചു പോയതോടെ നാണം കെട്ടുപോയ നീ ഓരോ ദിവസം ചെല്ലും തോറും അടിക്കടി നാണം കെടുക. താലി കെട്ടി സ്വീകരിച്ച പെൺകുട്ടി ജീവിത പങ്കാളിയാണെന്ന് മനസ്സിലാക്കാതെ അവളെയും ലോക്കപ്പിൽ കിടക്കുന്നൊരു പ്രതിയായിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കുവടാ? അതിന്റെ ഒന്നാം പാഠം പഠിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവന്റെ ധാരണ മാറിയിട്ടില്ല. എടാ, പെണ്ണും മനുഷ്യജന്മമാടാ, മനുഷ്യത്വം ഇല്ലാത്തവനെ. പ്രസവിച്ച് നിന്നെ പോലുള്ള നന്ദി കെട്ടവരെ പാലൂട്ടി വളർത്തുന്നു എന്നതൊഴിച്ചാൽ പെണ്ണും ആണും തമ്മിൽ എന്ത് വ്യത്യാസമാടാ? നിന്റെ ഈ ഭരണം അവസാനിക്കുന്നത് നിന്റെ ഒരു പൊട്ടിക്കരച്ചിലായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. എന്റെ വീട്ടിൽ പലതും നടക്കും. എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് ആരും എന്നെ പഠിപ്പിക്കണ്ട. നിക്കട അവിടെ. പേരുകുട്ടിയാണെന്ന് കരുതി വളരെ വാത്സല്യത്തോടെ വളർത്തിയതാ നിന്നെ. വാത്സല്യം ഞങ്ങളുടെ ഒരു ദൗർബല്യമാണെന്ന് നീ കരുതരുത്. പറഞ്ഞേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.